യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വെട്ടിനകത്താണ് വീണിരിക്കുന്നതെന്ന് പറയുന്നത് അതിശയോക്തിയല്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെന്റിന് കൊടുത്ത കോൺഗ്രസ് എംപിമാരുടെ പട്ടികയിൽ ശശി തരൂർ ഇല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് പാർട്ടിയുടെ ഒരു അച്ചടക്കത്തിന്റെ പ്രശ്നം ഉയർന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവുകയില്ല. കാരണം പാർട്ടി കൊടുത്ത പട്ടികയിൽ നിന്ന് ആരെ പോലും ഉൾപ്പെടുത്താതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി സ്വന്തം നിലയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. ഗവൺമെന്റിനെയും അതുപോലെ പാർട്ടിയെയും ശശി തരൂരിനെയും ഒരുപോലെ ഒരു ആശയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു നടപടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. ശശി തരൂരെ ഇതൊരു പദവിയായി അംഗീകരിക്കുകയും അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് വലിയൊരു താല്പര്യമുണ്ട് എന്നുള്ള വളരെ പ്രകടമാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, എനിക്ക് വിദേശ രാജ്യങ്ങളുമായി മുൻപുണ്ടായിരുന്ന ബന്ധമൊക്കെ ഒന്ന് പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാനും ഒക്കെയുള്ള കിട്ടിയ അവസരത്തെ ഒരിക്കലും ഞാനത് തള്ളിക്കളയില്ല. അദ്ദേഹത്തോട് കേന്ദ്ര മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം സമ്മതം കൊടുത്തതുമാണ്. അതിനുശേഷമാണ് ഈ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത് പാർട്ടി എങ്ങനെ ഇത് പരിഹരിക്കും എന്നുള്ളത് വളരെ വളരെ ജിജ്ഞാസയോടുകൂടി തന്നെയാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത്. ശശി തരൂരിനെ തള്ളിപ്പറയാനായി പ്രകടമായി പാർട്ടി മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അഥവാ അങ്ങനെ വന്നാൽ തന്നെ അതുണ്ടാക്കാവുന്ന ചില പരാമർശങ്ങളൊക്കെ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം പാർട്ടിയുടെ അച്ചടക്കം പാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ ക്ഷണം നിരസിക്കുമ്പോൾ അവിടെയും ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇതൊരു വല്ലാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഊരാക്കുടുക്കിലാണ് കോൺഗ്രസ് പാർട്ടിയും ശശി തരൂരും പെട്ടിരിക്കുന്നത്. ഇത് ബോധപൂർവം BJP ഗവൺമെന്റ് മോദി സർക്കാർ ചെയ്ത ഒരു നടപടിയാണ് എന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ അല്ലെങ്കിൽ പരാമർശിച്ചാൽ അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടാൽ അവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. യഥാർത്ഥത്തിൽ ഈ ലിസ്റ്റ് വാങ്ങിച്ചപ്പോൾ ആ ലിസ്റ്റ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഒരു നടപടിയും മോദി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയല്ല. കാരണം കോൺഗ്രസിനെ ആര് പ്രതിനിധീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അവകാശം കോൺഗ്രസ് പാർട്ടിക്കാണ്. അപ്പോൾ പാർട്ടി കൊടുക്കുന്ന ഒരു പട്ടികയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പാർട്ടിയിലുള്ള ഒരു MPയെ ഏകപക്ഷീയമായി ഗവൺമെന്റ് നിയോഗിക്കുന്നത് തന്നെ ധാർമ്മികമായി ശരിയല്ല. അവിടെ ഒരു ശരികേടുണ്ട്. പക്ഷെ ഏതായാലും അവർ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥിതിക്കും അതുപോലെ തന്നെ പൊതുമാധ്യമങ്ങളും പൊതുസമൂഹവും ഇത് പരസ്യമായി അറിയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലും ഏതാണ്ട് ഇതിനൊരു ആഗോള ഒരു പ്രാധാന്യം കൂടി നേടി വന്നിട്ടുണ്ട്. കാരണം ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാവും. ശശി തരൂരിനെ ഉൾപ്പെടുത്തുമ്പോൾ ചർച്ചയുണ്ടാവും, ഒഴിവാക്കിയാൽ അതിനേക്കാൾ വലിയ ചർച്ചയുണ്ടാകും. അതുകൊണ്ട് ഇതൊരു വളരെ ഒരു പ്രതിസന്ധിയിലെ ആശയപരമായ രാഷ്ട്രീയമായ ഒരു ണ്ട്. ഇപ്പോഴത്തെ ഒരു ശരീരഭാഷയൊക്കെ ശശി തരൂരിൻ്റെത് പരിശോധിച്ചാൽ അദ്ദേഹം എന്തായാലും പോകും എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായ പ്രസ്താവനയിലൂടെ ശശി തരൂരിനെ പിൻവലിക്കാതെ തന്നെ പോകാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വരും ദിവസങ്ങളിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ശശി തരൂർ വ്യക്തിപരമായി പോകാൻ വളരെയേറെ താല്പര്യമുള്ളയാളാണ്. അദ്ദേഹം അത് പരസ്യമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഇത് പറഞ്ഞു ഒരു അംഗീകാരമാണ്, മറിച്ച് രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ശരിയാണ്. അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, പാർട്ടി അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കേണ്ടി വരും. ശശി തരൂരിന്റെ നിലപാടും തീർച്ചയായും കുറെ കൂടെ വ്യക്തമാകും എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.